പൊതുവേ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഇലക്ട്രിക് ബീറ്റർ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ബ്ലേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാതെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ആമസോൺ വഴി വാങ്ങിയ ഇലക്ട്രിക് ബീറ്ററാണ്. ഞാനിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി ഇത് വാങ്ങിയിട്ട് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പിസ്സ ഡോയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ബ്ലേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുന്നതിന് പകരമായിട്ട് ബ്ലേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ചപ്പാത്തിയുടെ മാവോ മണ്ണ് തയ്യാറാക്കി എടുക്കാനോ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുന്നതിനെക്കാട്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇതുകൊണ്ട് കുഴയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പോൾ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതിയാവും. ഒരുപാട് ലൂസായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. കയ്യിലൊട്ടും തന്നെ മാവാവാതെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കി എടുക്കാനായിട്ടാണ് ഈ നീഡിൽ യൂസ് ചെയ്യുന്നത്. മാവ് കുഴച്ചെടുക്കാനായിട്ട് എപ്പോഴും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ തന്നെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തെറിക്കുന്നതായിരിക്കും. മാവ് മിക്സായി വരുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത ബൗൾ ചെറുതായതുകൊണ്ട് തന്നെ പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ എടുത്തതിന് ശേഷമായിരിക്കും നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഡോ ഈ ബ്ലേഡ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കൈയൊക്കെ വയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് പുതിയ അറിവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.